പുലിയും കാട്ടാനയും ഭീതി പടർത്തുമ്പോൾ തൃശൂർ പാലപ്പിള്ളിയിലെ ജനങ്ങൾ ദുരിതത്തിലാണ്. സമാധാനമായി ജോലി ചെയ്യാനോ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാനോ പറ്റാത്ത അവസ്ഥ. പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരും നിരവധിയാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ് ജീവിതം വഴിമുട്ടിയവരെ സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. പാലപ്പിള്ളിയിൽ നിന്നും എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലപ്പള്ളിയിലെ ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇന്നുള്ളത്. ഇക്കഴിഞ്ഞ ദിവസമാണ് എലിക്കോട് കോളനിയിലെ വീടിന് പുറകിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നത്. പുലിയുടെയും കാട്ടാനയുടെയും ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടെയുള്ള ജനങ്ങൾ. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ്. കാരണം ഡെയിലി ഒന്നില്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ പുഴയുടെ അപ്പുറത്ത് ഇത് മുഴുവനും ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ പെട്ട സ്ഥലങ്ങളാണ്. ഈ പുലി മാത്രമല്ല, ആനയുണ്ട്. ആനയും സ്ഥിരമാണ്. കാരണം ഞാൻ ഇവിടുത്തെ ഒരു തോട്ടം തൊഴിലാളിയും വാർഡ് മെമ്പറും കൂടിയാണ്. പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. ആന കാരണം കൊണ്ടിട്ട് നമ്മൾ എവിടേക്ക് വാതക്കുന്ന പാല് തുറന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനനെ കണ്ട് ആനനെ പേടിച്ച് മിഞ്ഞാന്ന് ഞാൻ ഓടി അകത്ത് കയറി. പക്ഷെ ഞാൻ ടി വി കണ്ടിരിക്കുന്ന കിണറിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ആന വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. എന്നെ ഇങ്ങനെ തുമ്പിക്കൈ കൊണ്ട് വലിക്കാനേ ഉണ്ടായുള്ളൂ. പക്ഷേ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ സൗണ്ട് എടുക്കുന്ന വെച്ചിട്ട് മോട്ടോർ പെരയുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആനപ്പുറത്ത് നിൽക്കണ്ടായിരുന്നു. പക്ഷേ ആന വാഴ ഒടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ രക്ഷപ്പെട്ടു. കാട്ടിലേക്ക് ജോലിക്ക് പോണതിന് ഇപ്പം ജോലി കഴിഞ്ഞാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. 3 മണി നേരത്തെ ജോലി കഴിഞ്ഞു വന്നു. കാട്ടിലവസ്ഥ ഭയങ്കര അവസ്ഥ. ആനേനെ പേടിച്ചാണ് ഞങ്ങൾ പോയി പണിത് വരുന്നത്. ഇവിടെ ആയാലും നമ്മുടെ ജീവിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ദുരിതമുള്ളതാണ് ഞങ്ങൾക്ക്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരന്തരം വനം വകുപ്പിന് പരാതി കൊടുത്തിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഞങ്ങൾക്ക് സത്യം പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. രാത്രി വാതിലിന് തുറന്നാൽ ചിലപ്പോൾ ആനയാണ് ഞങ്ങളുടെ മുൻപിൽ. ഞങ്ങൾ 1-2 പശുക്കളെയൊക്കെ വളർത്തി ഉപജീവനമാർഗം നോക്കുന്ന. കാരണം തോട്ടം തൊഴിലാളിക്ക് ഇത്ര വരുമാനമുള്ളൂ എന്ന് എല്ലാ മേഖലയിലുള്ളവർക്കും അറിയാം. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഞങ്ങൾ പിന്നോക്കം നിൽക്കുന്ന ആളാണ്. അതേപോലെയാണ് ഇവിടുത്തെ തൊഴിലാളികളും. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി ജീവനുകളാണ് ഈ മേഖലയിൽ പൊലിഞ്ഞിട്ടുള്ളത്. ഇതുവഴിയാണ് ടാപ്പിംഗ് തൊഴിലാളിയായ സൈനുദ്ദീനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തി വലിച്ചു കൊണ്ടുപോയത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഈ ഒരു സ്ഥലത്ത് ഈ സ്പോട്ടിലാണ് സൈനുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തിയെ 2 വർഷം മുൻപ് കാട്ടാന അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത്. അവരുടെ വീട്ടുകാർക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു, പലവിധ വാഗ്ദാനങ്ങളും കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും ഇതുവരെ നിറവേറ്റപ്പെട്ടിട്ടില്ല. 3 വർഷം മുമ്പ് കാട്ടിൽ ജോലിക്ക് പോയ കാട്ടുമൂപ്പനായ ഉണ്ണിച്ചക്കനെ കാട്ടാനക്കൂട്ടം ആക്രമിച്ചു കൊന്നു. ആ ദുഃഖത്തിലാണ് കാട്ടുമൂപ്പന്റെ കുടുംബവും. കാട്ടിൽ പണിക്ക് പോയതായിരുന്നു ഫോറസ്റ്റിൻ്റെ. ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. മരിച്ചു കഴിഞ്ഞിട്ടാണ് ആസ്പത്രി കൊണ്ടുപോയി. പിന്നെ അവർ കൊണ്ടുപോയി ഇവിടെ അറിയുമ്പോൾ 2-2:30 അങ്ങനെ അവിടെ പോകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. കാണാനൊന്നും പറ്റിയില്ല. അന്ന് കൊറോണ കാലമല്ല, കാണാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് 2 ഇവിടെ വേറെ മരിച്ചറിഞ്ഞു. ഞങ്ങളുടെ മുറ്റത്ത് വന്ന് കൊന്ന പോലെ ഒരാളെ കൊണ്ടുവന്നിട്ടും ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഒരു ഇതില്ല. ഒരു ഫെൻസിങ് കിട്ടുതരേ ഇപ്പോഴും ഭയങ്കര ശല്യമാണ്. രാത്രിയിലല്ല, ഒരു ആസ്പത്രി കേസ് വന്നാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പേടിക്കണം. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ജീവിതം വഴിമുട്ടിയവരുമുണ്ട്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു സാമ്പത്തിക സഹായവും പരിക്കേറ്റവർക്ക് ലഭിച്ചിട്ടില്ല. ഞാനും ആനയായിട്ട് ഒരു 10 മീറ്റർ അകലെ. ഞാൻ തിരിഞ്ഞ് ഓടാൻ നിന്നപ്പോൾ ആന വന്ന് ഓടി വന്നിട്ട് ഒറ്റപ്പെടുത്താം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കാലിന് ചെറിയൊരു പ്രശ്നം. ഇവിടെ തണ്ടിൽ നല്ല പ്രശ്നമാണ്. തണ്ടിലേക്ക് നീർന്നാൽ പിന്നെ നേരിനെ വലിയൊരു സഹായമാണ്. നടക്കാൻ ഇങ്ങനെ നടക്കും. ഈ കിടപ്പത്തിൽ ഞാൻ നേരിക്കണമെങ്കിൽ എനിക്കൊരാൾ സഹായം വേണ്ടി വരും. വേറെ പോകുന്നില്ല. തണ്ടിൽ ശരിയാവുന്ന പ്രതീക്ഷ എന്നില്ല. ഇന്ന് വരെയായിട്ട് നഷ്ടപരിഹാരം യാതൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. 5 പൈസ പോലും കിട്ടിയില്ല. നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ വേണ്ടി എനിക്ക് ആ വാർദ്ധക്യ പെൻഷൻ ഉണ്ടെങ്കിൽ അതേലും കിട്ടിയാലും പറയുന്നു. എലിക്കോട്, എച്ചിപ്പാറ, വലിയകുളം, കുണ്ടായി തുടങ്ങി വിവിധ മേഖലകളിലാണ് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത്. വന്യമൃഗശല്യത്തിൽ നിന്നും തങ്ങൾക്കൊരു മോചനമില്ലേ എന്ന ചോദ്യമാണ് അധികാരികളോട് ജനങ്ങൾ ചോദിക്കുന്നത്.
പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരമില്ലെങ്കിൽ പ്രതിഷേധ മാർഗമാണ് ജനങ്ങൾ സ്വീകരിക്കുക. ഈ സർക്കാരിന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവിടെയുള്ള മാനേജ്മെന്റിന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? നാളുകളിൽ ഒരു തൊഴിലാളിയോ അല്ലെങ്കിൽ ഒരു കർഷകനോ ഇവിടെയുള്ള ഒരു ആദിവാസി കോളനികളിൽ ആരും തന്നെ ആനയുടെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണമേറ്റ് മരണപ്പെടില്ല എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്, ഉറപ്പ് തരാൻ പറ്റുമോ ഞങ്ങൾ ഈ ജനങ്ങൾക്ക്? ആ ഉറപ്പിലേക്കാണ് ഇനി ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ നീങ്ങുമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഈ പ്രദേശത്തുണ്ടാകും, യാതൊരു തർക്കവുമില്ല. പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമുണ്ടാകണം. ജനങ്ങളുടെ ഭീതി ഒഴിയണം. അധികാരികൾ കണ്ണു തുറക്കണം. ക്യാമറമാൻ വിപിൻ കോതച്ചിറക്കൊപ്പം എം മനോജ്, ജനം, തൃശൂർ.